നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക വില കുറച്ചതായി എണ്ണ വിപണന കമ്പനികൾ. 19 കിലോ വാണിജ്യ LPG ഗ്യാസ് സിലിണ്ടറിന്റെ നിരക്ക് 51.50 രൂപ കുറച്ചതായാണ് പ്രഖ്യാപനം. ഓഗസ്റ്റ് 31 അർദ്ധരാത്രിയാണ് എണ്ണ കമ്പനികളുടെ പ്രഖ്യാപനം. ഇന്നു മുതലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത്. 14.2 കിലോഗ്രാം ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്ന് കമ്പനികൾ അറിയിച്ചു. ഹരിപ്പാട് ആനയുടെ കുത്തേറ്റ പാപ്പാന് ദാരുണാന്ത്യം. തെങ്ങമ്മ സ്വദേശി മുരളീധരൻ നായരാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. അതേസമയം കുത്തേറ്റ രണ്ടാം പാപ്പാന്റെ നില ഗുരുതരമായി തുടരുകയാണ്. മദപ്പാടിലായിരുന്ന ആനയെ അഴിച്ചു മാറ്റുന്നതിനിടെയാണ് സംഭവം. മദപ്പാട് കഴിഞ്ഞെന്ന് കരുതി മാറ്റിക്കെട്ടുന്നതിനിടയിൽ രണ്ടാം പാപ്പാനാണ് ആദ്യം കുത്തേറ്റത്. തുടർന്ന് മറ്റ് പാപ്പാന്മാർ ചേർന്ന് ആനയെ സുരക്ഷിതമായി തറയിലേക്ക് മാറ്റുന്നതിനിടെയാണ് മുരളീധരൻ നായർക്ക് കുത്തേറ്റത്. മുരളീധരൻ നായരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഷാജൻ സ്കറിയെ ആക്രമിച്ച സംഭവം 4 പേർ പിടിയിൽ. മറുനാടൻ മലയാളി ഉടമയും എഡിറ്ററുമായ ഷാജൻ സ്കറിയെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ പിടിയിൽ. ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അക്രമം നടത്തിയ ദിവസം തന്നെ ഇവർ ബംഗളൂരുവിലേക്ക് കടക്കുകയായിരുന്നു. ഇവർക്കെതിരെ വധശ്രമം അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ശനിയാഴ്ച രാത്രിയാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഷാജൻ സ്കറിയെ തൊടുപുഴ മങ്ങാട്ട് കവലയിൽ വെച്ച് 5 സംഘം ആക്രമിച്ചത്. വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രി വധിക്കാൻ ശ്രമിച്ചത് കേസ്. കുറ്റപത്രത്തിന് അനുമതി നൽകാതെ കേന്ദ്രം. വിമാന സുരക്ഷാ നിയമം കേസിൽ നിലനിൽക്കില്ലെന്ന് കേന്ദ്രം പറയുന്നു. കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നു. അതേസമയം കേസിലെ തുടർ നടപടിയുമായി ബന്ധപ്പെട്ട് DGPയുടെ അഭിപ്രായം തേടിയിരിക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി. സംഭവം നടന്ന 3 വർഷത്തിന് ശേഷമാണ് അനുമതി നിഷേധിക്കുന്നത്. ഏവിയേഷൻ നിയമം ചുമത്തിയതിനാലാണ് കേന്ദ്ര അനുമതി തേടിയത്. യൂത്ത് കോൺഗ്രസുകാരാണ് കേസിലെ പ്രതികൾ. സൗബിൻ ഷാഹിറിന് വിദേശയാത്രയ്ക്ക് അനുമതി നിഷേധിച്ച കോടതി. മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന് വിദേശയാത്രയ്ക്ക് അനുമതിയില്ല. സൗബിൻ ഷാഹിറിന്റെ ആവശ്യം എറണാകുളം മജിസ്ട്രേറ്റ് കോടതി തള്ളി. വിദേശത്ത് സംഘടിപ്പിക്കുന്ന അവാർഡ് ഷോയിൽ പങ്കെടുക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ കോടതി ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. സമാന ആവശ്യമുന്നയിച്ച് ഷോൺ ആന്റണി സമർപ്പിച്ച അപേക്ഷയും കോടതി തള്ളി. രാജ്യത്ത് ഉടൻ തന്നെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിച്ചായിരുന്നു വോട്ടർ അധികാർ യാത്രയുടെ സമാപന ദിനത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. താൻ പുറത്തുവിട്ട വോട്ട് മോഷണ ആരോപണത്തിന് പിന്നാലെ കൂടുതൽ ഗുരുതരമായ വിവരങ്ങൾ പുറത്തുവരാൻ പോകുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഹൈഡ്രജൻ ബോംബ് എന്നാണ് വരാനിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തലിനെ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചിരിക്കുന്നത്. വോട്ട് മോഷണത്തിന് പിന്നാലെ മറ്റൊരു സുപ്രധാന വെളിപ്പെടുത്തലിന് കോൺഗ്രസ് തയ്യാറെടുത്തിരിക്കുകയാണ്. ഇതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖമുയർത്തി രാജ്യത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. നിലവിൽ കണ്ണൂരിലെ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ ആരുടെയും സഹായം ലഭിച്ചില്ല എന്നാണ് ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ട്. ജീവനക്കാരോ തടവുകാരോ സഹായിച്ചതിന് തെളിവില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ജയിലിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നും രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിനടക്കം വീഴ്ച സംഭവിച്ചെന്നും അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. ലഹരിമരുന്ന് ലഭിക്കാത്തതിനെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരന്റെ പരാക്രമം. കാപ്പ തടവുകാരനായ ജിതിനാണ് സ്വയം പരിക്കേൽപ്പിച്ചത്. ബ്ലേഡ് ഉപയോഗിച്ച് കൈമുറിക്കുകയും തല സെല്ലിന്റെ കമ്പിയിൽ ഇടിക്കുകയുമായിരുന്നു. ജയിലിലെ 10ാം ബ്ലോക്കിലായിരുന്നു ഇയാളെ താമസിപ്പിച്ചിരുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച പ്രതിയെ പിന്നീട് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഓണാഘോഷത്തിൽ നൃത്തം ചെയ്യുന്നതിനിടെ നിയമസഭാ ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഡെപ്യൂട്ടി ലൈബ്രറിയൻ വി ജുനൈസ് ആണ് മരിച്ചത്. ഇന്ന് രാവിലെ നടന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി ഡാൻസ് കളിക്കുന്നതിനിടെ വേദിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. PV അൻവർ MLA ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു ജുനൈസ്. ജഗദീപ് ധൻഖർ ഡൽഹിയിലെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു. മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഡൽഹിയിലെ തന്റെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു. ജൂലൈ 21 ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും രാജിവെച്ച് 1 മാസം പിന്നിടുമ്പോഴാണ് ഈ മാറ്റം. നിലവിൽ സൗത്ത് ഡൽഹിയിലെ ഛത്തർപൂരിലുള്ള INLD മേധാവി അഭയ് സിംഗ് ചട്ടാലയുടെ
ഫാം ഹൌസിലേക്കാണ് അദ്ദേഹം താമസം മാറിയിരിക്കുന്നത്. മുൻ ഉപരാഷ്ട്രപതി എന്ന നിലയിൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ട പുതിയ ഔദ്യോഗിക വസതി അനുവദിക്കുന്നതുവരെ താമസം ഇവിടെയായിരിക്കുമെന്നാണ് റിപ്പോർട്ട്.